السلام عليكم ورحمة الله. إفادة حديث كلاس 104. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. عن عائشة رضي الله عنها قالت: كان النبي صلى الله عليه وسلم إذا دخل العشر الأواخر من رمضان أحيا الليل كله وأيقظ أهله وجد وشد المئزر. رواه الإمام البخاري رضي الله عنه. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ റമളാന്റെ അവസാനത്തെ 10 ഇബാദത്തിനെ പറ്റി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗജത്ത് പെഞ്ഞായി വിശദീകരിക്കുന്നത് റമളാന്റെ അവസാനത്തെ 10 ബന്നങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അഹ്യൽ ലൈല കുല്ലഹു ജാവ് ഫുൾ ഹയാത്താക്കിക്കൊണ്ടിന്ത് തന്റെ കുടുംബത്തങ്ങളെ വിളിച്ചോണ്ടിന്ത് ഉണർത്തിക്കൊണ്ടിന്ത് ഇബാദത്തുകായിട്ട് അധ്വാനിച്ചോണ്ടിന്ത് വശദ്ദൽ മീസറ അഴവുടുപ്പ് കെട്ടിയോണ്ടിന്ത് സാധാരണ ചൊല്ലു കച്ച കെട്ടിട്ട് ഇറങ്ങടേന്ന് ചെന്നിട്ട് ഒരു കാര്യത്തില് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടെ അത് പൂർണ്ണമായും കിട്ടണു ആക്കണു ചൊല്ല നീയത്തില് വലിയ ഇൻട്രസ്റ്റില് എല്ലാം കൊണ്ടും റെഡിയായിട്ട് ഇറങ്ങടക്കാണ് ഷദ്ദൽ മീസറാണ് ചൊല്ല്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി കേട്ട ഹദീസ്. അപ്പൊ പരിശുദ്ധമായ റമളാന്റെ ലാസ്റ്റത്തെ 10 വരുമ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്ത് കാട്ടിയോണ്ടിന് ഒരു ശ്രദ്ധയുടെ ബഗ്ഗയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിക്കടെ. റമളാൻ ചൊന്നെങ്കിൽ എല്ലാ ഖൈറും കൂടി ഒരുമിച്ച് കൂട്ടുക ഭാരി കൂട്ടുകൊള്ളെങ്കത്തെ നല്ലൊരു സീസൺ ആയിട്ട് റമളാൻ. അതിലും റമളാന്റെ അവസാനത്തെ 10 ചൊല്ലുമ്പോ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുറെങ്കത്തെ ജാവുങ്ങ ഉള്ള 10 ആയിട്ടിക്കട് അവസാനത്തെ 10. അപ്പൊ ആ 10 ധാരാളം ഇബാദത്താക്കണം. കാരണം ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുற ജാവ് അത് ഇന്ന ജാവുണ്ട് നിശ്ചിത ജാവുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് വ്യക്തമായി പടിപാട്ടി തന്നിട്ടില്ലേ. മഹാന്മാർ ചെന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലെ കൊണ്ട് ഒറ്റ ജാവുള്ളൂ അഥവാ 21, 23, 25, 27, 29 ഇങ്ങനെ വിത്തിർ ഒറ്റയായിട്ട് പണ്ട് ആ ജാവുൽ നിങ്ങൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണം. ഒരാള് ബതുക്കുള്ളു ലൈലത്തുൽ ഖദർ ശരിക്കും കിട്ടിയിട്ടുണ്ടായെങ്കിൽ എത്രമാ വലിയ ഇബാദത്താക്കിയ കൂലിയാണ് അവന് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഷമഉനുൽ ഖാസി ചൊല്ലുന്ന ഒരു മഹാൻ 1000 വർഷം യുദ്ധാക്കിയെത്ത മഹാൻ ദീനുക വേനായിട്ട് അയാളെ കഥ ഇങ്ങനെ ചെന്നുകൊടുത്തോണ്ടിരിക്കുമ്പോ സ്വഹാബിന് കേട്ടാ നബി അങ്ങനെ അത്ര വർഷം ചെയ്യിച്ചിട്ട് ഇത്രയും സൽക്കർമ്മ പ്രതിഫലല്ല ആക്കുക എടുക്കുക സാധ്യമായിട്ടുണ്ടായെങ്കിൽ നമുക്ക് ചെറിയ ആയുസല്ലേ, നമുക്ക് എങ്ങനെ അത് സാധ്യമാണ് കേട്ടപ്പോ അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആയത്തുമായിട്ട് വേണ്ട സൂറത്ത് പിന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ 1000 തിങ്കളിലാട്ടി ഹൈറായിട്ടിക്കട് ലൈലത്തുൽ ഖദർ 2 ആക്കടെങ്കത്തെ ഇബാദത്തുക്ക് 1000 തിങ്കളിൽ ആക്കടെ സൽക്കർമ്മത്തെ പ്രതിഫല റമളാന്റെ ഒരു ജാവുക്ക് കിട്ടുന്നതാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ടെ. അണ്ട് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം അണ്ട് എല്ലാ മലായികത്തും സ്പെഷ്യലി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ മലായിക്കും ഇറങ്ങി വണ്ടെങ്കത്തെ ഏറ്റവും സമൃദ്ധപൂർണമായ ഒരു ജാവായിട്ടിക്കട് ലൈലത്തുൽ ഖദർ. പക്ഷെ ആ ലൈലത്തുൽ ഖദർ ശരിക്കും ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നപ്പോ അവിടെ രണ്ട് സ്വഹാബിങ്ങ പരസ്പരം എന്തരമാ മുണ്ടിയോണ്ടിന്നാറ് ഒരു ചെറിയൊരു സമസ്യ അവിടെ ആയിട്ട് പ്രശ്നം. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് മറന്നുപോയിട്ട് അങ്ങനെയാണ് നമുക്ക് നിശ്ചിതമായ ജാവ് ഏതിന് ഗൊന്താവാത്ത അതിലൊരു ഹൈറുമുണ്ട്. എന്താ വെച്ചെങ്കിൽ നിശ്ചിത ജാവ് ലൈലത്തുൽ ഖദർ ഇന്നതിന് ചൊന്ന് ഗൊന്തായിട്ട് കണ്ടു മാത്രം ഇബാദത്താക്കിയ മനുഷ്യന്മാർ മുണ്ടതെക്കത്താറ്. അപ്പൊ അതുകൊണ്ട് അത് ഇന്ന നാളിലുണ്ട് അള്ളാഹു അറിയിച്ചില്ല. അത് ഈ അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ജാവ് ലിക്കു അണ്ട് നിങ്ങൾ തേടറുണ്ടു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാട്ടിട്ട് അങ്ങനെ ലൈലത്തുൽ ഖദർ 27 ജാവ് കൊണ്ട് ചൊന്ന മഹാന്മാരുള്ളാറ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ലൈലത്തുൽ ഖദർ ശരിക്കും അതിൽ അനുഭവിച്ചുകൊണ്ടിരുന്നു ചെന്നിട്ടു. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമുക്ക് ഓതുക സാധ്യമാവുള്ളൂ. ലൈലത്തുൽ ഖദർക്ക് ചെറിയ അടയാള ചൊന്നെങ്ങ ആൾമാറുള്ളാറ് അണ്ട് ഒരു ജീവിയുടെ നായുടെ അല്ലെങ്കിൽ ബാക്കി ജീവിയുടെ അങ്ങനത്തെ പ്രത്യേക സൗണ്ട് എന്ത് വയ്ക്കാല അണ്ട് ചെറിയ മലയുടെ അനുഭവമല്ലാവും നല്ലൊരു അനുകൂല പ്രകൃതി അണ്ടിക്കൂ അങ്ങനെ വ്യത്യസ്തമായ പിന്നെ അടയാളല്ല ചൊന്നങ്ങളുള്ളാറ്. ഏതായാലും കൃത്യമായിട്ട് 27 ജാവുണ്ട് ചൊല്ലുകാവൂല്ലേ. പിന്നെ ലൈലത്തുൽ ഖദർ ചെന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ 3 വട്ടം ഉണ്ട് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ. അവിടെ ആ ലൈലത്തുൽ ഖദറിൽ ഒലിമ്പോ അക്ഷരമുണ്ട്. ഒലിമ്പോടെ ഈ 3 ഗുണിച്ചപ്പോ 27 പണ്ട്
അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ഇരട്ടയുള്ള ജാവ് കൊണ്ട് കണ്ടുപിടിച്ച എനിക്കത്തെ മഹാന്മാരുള്ളാറ്. അപ്പൊ ഏതായാലും ഇക്കട്ട് ലൈലത്തുൽ ഖദറിൽ ഒരാൾ ആരാധന ആക്കിയെങ്കിൽ അവനക്ക് 1000 തിങ്കൾ ആരാധന ആക്കിയ പ്രതിഫല സരിസുമാർ 83 വർഷ ചില്ലറ 84 വർഷത്തോള ഒരു നാളത്തെ ജാവുടെ ആരാധനക്ക് 84 വർഷത്തെ സൽക്കർമ്മത്തെ പ്രതിഫലം ഉണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് എത്ര വലിയൊരു ലാഭമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് റമദാന്റെ അവസാനത്തെ 10 പറമ്പ ഒരു ടൈമും വേസ്റ്റാക്കാണ്ട് നിരന്തരമായ ഇബാദത്താക്കൂ നമുക്ക് സാധ്യമാവുന്നു. അത് ദിക്റായിട്ടിക്കൂ, സ്വലാത്തായിട്ടിക്കൂ, ഖുർആനോത്തായിട്ടിക്കൂ, നല്ല അള്ളാഹുടെ ആ നിയമത്തിനെ പറ്റിയുള്ള ചിന്ത ആയിട്ടിക്കൂ. ഇങ്ങനെ എല്ലാവിധ സൽക്കർമ്മ ആക്കിയിട്ട് ലൈലത്തുൽ ഖദർ ഞങ്ങളെ ജീവിതത്തിൽ കിട്ടണു. അങ്ങനെ ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയെങ്കിൽ 83 വർഷ ചില്ലറ 84 വർഷം ആക്കിയ ആരാധനയുടെ പ്രതിഫലം കിട്ടുന്നിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പാട്ടത്. അതുകൊണ്ടാണ് റമദാന്റെ അവസാനത്തെ 10 ಬಂದಂಗೆ അഹിയൽ ലൈല കുല്ലഹു ജാവ് ഫുള്ളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയാത്താക്കിക്കൊണ്ടിന്ത് ജാവ് നിസ്കരിച്ചുകൊണ്ടിന്ത്. അപ്പൊ രാത്രിയിലുള്ള നിസ്കാരം ജാവ് ആക്കടങ്കത്തെ ഇബാദത്തുക്ക് വലിയ മഹത്വവും പ്രതിഫല പരിശുദ്ധമായ ഇസ്ലാം തന്നുകൊണ്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആക്കിയ ധാരാളം അനുഗ്രഹ നിയമത്തെല്ലാം ഉണ്ട്. ആ നിയമത്തിന് നന്ദി ചൊല്ല രൂപത്തിൽ ഒരു ചെറിയ നിലക്ക് ശുക്രെങ്കിലും ആക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. ജാവുടെ ഇബാദത്തുക ആരാധനക വലിയ മഹത്വമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിൽ. അതുകൊണ്ട് റമദാന്റെ അവസാനത്തെ 10 ഞങ്ങൾ ഇപ്പോൾ ഉള്ള നരക മോചന ആക്കടങ്കത്തെ സ്വർഗത്ത് കടത്തിറങ്കത്തെ ഏറ്റവും നല്ല ഒരു സന്ദർഭമായിട്ട് റമദാൻ. അതുകൊണ്ട് അതിലെ യൂസ് ആക്കൂ ഞങ്ങൾക്ക് സാധ്യമാവണം. ജാവു നിസ്കാരത്ത് അതിലും പ്രത്യേകമായിട്ട് തഹജ്ജുദ് നിസ്കാര അത് നിസ്കരിക്കണം ഞങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീച്ചറുണ്ട് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ. നബി ജാവു നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഡായായിട്ടുണ്ട് നിങ്ങളെ മഖാമുൻ മഹ്മൂദ നല്ല മഖാമുൻ മഹ്മൂദുകു സ്തുതിക്കപ്പെടുற എല്ലാരാളും സ്തുതിക്കപ്പെടുற യഹ്മദുഹു ഫീഹിൽ അവ്വലൂന വൽ ആഖിറൂൻ മുന്നൽ വന്ന സമൂഹവും പിന്നെ വന്ന സമൂഹം എല്ലാ ആൾമാരും സ്തുതിക്കടങ്കത്തെ വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാന നിങ്ങൾക്ക് കിട്ടു. അതുകൊണ്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കറു ഖുമില്ലൈല ഇല്ലാ ഖലീല ജാവുക നിങ്ങൾ നിസ്കരിക്കണമെന്ന് ചൊന്നിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നുകൊണ്ടുള്ള വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ആൾമാരെല്ലാം ഉറങ്ങിയിട്ടുള്ളെങ്കത്തെ ടൈമിലു നിന്റെ പടച്ചെങ്കത്തെ റബ്ബു നിക്ക് നിഅമത്ത് തന്നെങ്കത്തെ റബ്ബു നിക്ക് കണ്ണും കാതും കയ്യും കാലും ഒരു കുറവുമില്ലാണ്ട് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം നല്ല രൂപത്തിൽ നിന്റെ സൃഷ്ടിച്ചിട്ട് പരിപാലിച്ചുകൊണ്ടുള്ളെങ്കത്തെ റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീന്റെ മുന്നലു ജാവുക എല്ലാവരും ഉറങ്ങിയിട്ടുള്ള ടൈമിലു നീ സുജൂദിട്ടാണ്ടായെങ്കിൽ നീ ഇബാദത്ത് എടുത്താണ്ടായെങ്കിൽ നിക്ക് സ്വർഗത്തുക്ക് പോകുന്നത് സാധ്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അതുകൊണ്ട് രാത്രിയിലുള്ള നിസ്കാരത്തിന് വലിയ മഹത്വമാണ്. ആരും കാണുകയില്ല. നാളെ പേപ്പറിൽ പറഞ്ഞുക അല്ലെങ്കിൽ പോസ്റ്റർ ആൾമാർ എഴുതിയിട്ട് പത്വാട്ടുക അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ പറഞ്ഞുക എന്തുമല്ല ആർക്കും ഗൊന്താവില്ല. നന്റെ റബ്ബും നാനും തമ്മിലുള്ള ഈ സംഭാഷണ ആ ടൈമിൽ നന്റെ കണ്ണിടെ തന്നിങ്ങനെ എഴുതി പോണു. അങ്ങനെ കണ്ണിടെ തന്നെ ഇല്ലി പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് ആ കണ്ണുക ഒരിക്കലും നരക തട്ടുക സാധ്യയില്ല. ജാവു അള്ളാഹുടെ മാർഗത്തില് പിന്നെ വർക്കൊല്ലിക്കെത്ത കണ്ണ് അതുപോലെ ഹറാമിടെ തൊട്ട് കണ്ണ് ചിമ്മിക്കെത്ത കണ്ണ് അള്ളാഹുടെ പേടിച്ചിട്ട് കരഞ്ഞെങ്കെത്ത ഈ കണ്ണ് ഈ 3 കണ്ണുകൾ ഒരിക്കലും നരകത്തെ തീ തട്ടലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടില്. അതുകൊണ്ട് രാത്രി ടൈമിലും ദച്ചിട്ട് വിവാദത്താക്കിയിട്ട് നാനാക്കിയ തപ്പിടെ തൊട്ട് അള്ളാഹുടൊട്ടിക്ക് പൊറുക്കലിനെ കേട്ടിട്ട് കണ്ണിൽ നിന്നിങ്ങനെ ധാരാളം കണ്ണുനീരിങ്ങനെ പറഞ്ഞു. അങ്ങനെ വന്നെങ്കിൽ ആ കണ്ണുനീര് കൊണ്ട് നമുക്ക് സ്വർഗത്തേക്ക് പോകണ സാധ്യ. അതുകൊണ്ട് ജാവു തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കണോ ഞങ്ങളെ ഔത്തരങ്ങളെ വിളിക്കണു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാവു വെച്ച് നിസ്കരിച്ചിട്ട് കുറെ ടൈം കഴിഞ്ഞാൽ പിന്നെ ഔത്തര പെഞ്ഞായി മക്കളെ വിളിച്ചോണ്ടിരിച്ചൊന്നും നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ വായിഖല്ലാഹു തന്റെ പെഞ്ഞായി മക്കളെ കുടുംബത്തെ വിളിച്ചിട്ട് ഞങ്ങളെ നിസ്കരിപ്പാട്ടിക്കൊണ്ടിരുന്നത്. കാരണം രാത്രിയുടെ ഇബാദത്തുക്ക് വലിയ പവറാണുള്ളത്. അതുകൊണ്ട് ഒരൗത്തിലുള്ള മാപ്പിള പെഞ്ഞായി 2 ആൾമാരും നിസ്കരിക്കുമ്പോ ആ അവ പൂർണ്ണമായ സമൃദ്ധി ആ ഒത്തുക്ക് പണ്ട് ആ ഒത്തിൽ വിളഞ്ഞു വണ്ടെങ്കെത്ത മക്ക നല്ല സ്വാലിഹീങ്ങളായ മക്ക ഉടാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പാട്ടിട്ട് റഹിമല്ലാഹു ഇംറഅൻ ഖാമ മിനൽ ലൈൽ ജാവു വെച്ചിട്ട് നിസ്കരിക്കട ഒരാണുക അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട്. എന്നിട്ട് അവൻ നിസ്കരിച്ചിട്ട് അവന്റെ പെഞ്ഞായി അവൻ വന്നത്ര ഫൈൻ അബത്ത് അവളെ എനിക്കില്ലാണ്ടായെങ്കിൽ നവഹ ഫീ വജ്ഹി അൽ മാ അവളുടെ മുഖത്ത് കൊണ്ട് തണ്ണി വീത്തിട്ട് അവളെ എണിപ്പാട്ടറ. എന്നിട്ട് 2 ആളും നിസ്കരിക്കടാർ അല്ലാഹു അവൻക്ക് റഹ്മത്ത് ചെയ്യട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർന്നത് ആ ആണുക. പിന്നെ റഹിമല്ലാഹു ഇംറഅൻ ഖാമത്ത് മിനൽ ലൈൽ ഒരു പെണ്ണുക അല്ലാഹു റഹ്മത്ത് ചെയ്യട്ട് അവൾ ജാവു വെച്ച് നിസ്കരിച്ചിട്ട് ഇപ്പുറത്ത് നോക്കുമ്പോൾ അവളെ മാപ്പിള ഗൂർഗ് വിളിച്ചു പറഞ്ഞോണ്ടുള്ള അവന്റെ വിളിച്ചല്ല അവള്
അവന് എനിച്ചില്ലാണ്ടായെങ്കിൽ അവന്റെ മുഖത്തുകൾ തണ്ണി വീത്തിയാൾ എനിപ്പാട്ടിയാൾ അത്രയും നല്ല ദാമ്പത്യ ബതുക്കായിട്ട് കിടങ്ങളത് അങ്ങനെ അവನು എനിച്ച അങ്ങനെ രണ്ടാളും നിസ്കരിച്ചാൽ അങ്ങനെ അങ്കല്ലാഹു റഹ്മത്തിയത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ സ്പെഷ്യൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ രണ്ടാൾ കൂടി നിസ്കരിക്കുമ്പോൾ ആ ഉത്തര സമൃദ്ധിയും ബർക്കത്തും നമുക്ക് ചൊല്ലുക സാധ്യയില്ല. അത്രയും വിശാലമായ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തക്ക് ചൊരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ജാവു ടൈമിലുള്ള ഇബാദത്ത് പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാനിൽ അവസാനത്തെ 10 നിരന്തരമായ ഇബാദത്താക്കും നമുക്ക് സാധ്യമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഇബാദത്തിലും മുന്നോട്ട് ധർമ്മ കൊടുത്തോണ്ടിಂತು സദഖ കൊടുത്തോണ്ടിಂತು അടിച്ചു വീശൽ ചണ്ടമാർത്ത കാത്തരാട്ടി സ്പീഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധർമ്മ കൊടുത്തോണ്ടിಂತು സൽക്കർമാക്കിയോണ്ടിಂತು ഹദീസിലെല്ലാം നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. മഹാന്മാരെല്ലാം ഈ രാത്രി നിസ്കാരത്തിക്ക് അങ്ങ വലിയ പവർ കണ്ടെങ്കിത്ത മഹാന്മാർ ജാവുകങ്ങ ധാരാളം നേരം നിസ്കരിച്ചുകൊണ്ടിരുന്നാർ. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വവദ്ദഅ നൗമഹു 50 ആമ 50 വർഷ വർക്ക് വിട്ടുത്തു. ഇശായുടെ ഉളൂ കൊണ്ട് സുബൈ നിസ്കരിച്ചിട്ട് അങ്ങനത്തെ മഹാനാണ്. നഹാറു അബി ഹനീഫത ലിൽ ഇഫാദ വലൈലു അബി ഹനീഫത ലിൽ ഇബാദ. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിജീവി, ഏറ്റവും വലിയ ആബിദ്, ആ മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നഹാറു അബി ഹനീഫത ലിൽ ഇഫാദ പോൽമന ഫുൾ ഇഫാദ ഇൽമു പഠിപ്പാട്ടി കൊടുത്തോണ്ടിಂತು വലൈലു അബി ഹനീഫത ലിൽ ഇബാദ ജാവ് ഫുൾ ഇബാദത്ത് എടുത്തോണ്ടിന്നൊക്കെ മഹാനായിട്ട് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ആയത്തിങ്ങനെ ഓതി നിസ്കാരത്തിൽ ചിന്തിച്ച് നേരെ ബൽത്തದೆ സുബഹി ബാങ്കാവും വരെ ಗೊಂತಾಯಿದೆ. അങ്ങനത്തെ ചരിത്രമുള്ള അബൂ ഹനീഫ ഇമാമുടെ ബതുക്കുളുണ്ട്. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായ പിത്യാണ്ട് അബൂ ഹനീഫ ഇമാമുടെ നേബർ അയൽവാസിയായ ഒരാളെ കിടാവു ജാവു പുറത്തിരിഞ്ഞു വന്നിട്ട് ബാപ്പരൊട്ടിಗೆ കേക്കിട്ട് ബാപ്പ ഞങ്ങളെ അപ്പുറത്തെ ഔത്രെ മാഡ്ര മേലിൽ ഒരു കുന്ത കണ്ടോണ്ടിಂತಲ್ಲ എല്ലാ ജാവും ആ കുന്തത്തെ ഇണ്ട് കാണില്ലല്ലേ ആ കുന്ത എവിടെ പോയിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം വഫാത്തായ പിത്യാണ്ട് ജാവുകു അബൂ ഹനീഫ ഇമാമുടെ അയൽവാസിയായ ആളെ ചെറിയ മോണു കിടാവ് പുറത്ത് വന്നിട്ട് കേക്കിടെ ബാപ്പ എപ്പോഴും ജാവുക അപ്പുറത്തെ ഔത്രെ മേൽ മാഡ്ര മേൽ ഒരു കുന്ത കണ്ടോണ്ടിಂತಲ್ಲ ആ കുന്ത ഇണ്ട് കാണില്ലല്ലേ എവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഈ ബാപ്പ ചൊല്ലേ ലൈസ ബിദ്ദി ആമാ മോനെ അത് കുന്തല്ല ദാക്ക അബൂ ഹനീഫ അത് ഞങ്ങൾ അപ്പുറത്തൗത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചൊല്ല മഹാനായിട്ടിಂತು അയാൾ 50 വർഷ ജാവുക ഇങ്ങനെ നിന്ന് നിസ്കരിച്ചോണ്ടിಂತು അതിനാണ് നീ കുന്താണ്ട് പേരിച്ചത്. വാസ്തവത്തിൽ അത് കുന്തല്ല. ആ അബൂ ഹനീഫ ഇമാമിന്റെ വഫാത്തായി പോയിട്ട് അതുകൊണ്ടാണ് ആ മഹാന്റെ അവിടെ നിക്ക് കാണാത്തെ. ഈ കിടാവ് പീഡിച്ചിട്ട് ജാവുക പുറത്ത് വന്ന് നോക്കും അതെന്തോ ഒരു കുന്ത ഒരു കമ്പനി പാട്ടി വെച്ച പോലെ. വാസ്തവത്തിൽ 40 വർഷം 50 വർഷം നിന്ന് നിസ്കരിച്ച നിൽക്കത്തെ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മഹാന്മാരെ ഇബാദത്തിൽ ഒരു ചെറിയ അംശ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആക്കിയിട്ടില്ല. അപ്പൊ അങ്ങ് വലിയ വലിയ മഹാന്മാർ അങ്ങല്ല അള്ളാഹുടെ മുട്ട എത്രമാ സാമീപ്യമുള്ളെങ്കിൽ താൽമാർ എന്നിട്ടും അങ്ങ് ആക്കടെ ഇബാദത്ത് അതൊന്നും ചെറുതല്ല. അതേസമയത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയ ധൈര്യം പോലും ഇല്ല. എന്നിട്ടും ഞങ്ങൾ ഒരു സൽക്കർമ്മവും ആക്കവും മുന്നിൽ വന്നുകൊണ്ടില്ല. ഇമാം ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങെല്ലാം ആക്കിയ ഇബാദത്തും സൽക്കർമ്മവും അതൊക്കെ കയ്യും കണക്കുമില്ല. അതുകൊണ്ട് രാത്രി നിസ്കാരം ചൊല്ല ആ വലിയൊരു ലദ്ദത്ത് ടേസ്റ്റ് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എടുക്കുക സാധ്യമാവണം. അപ്പോ ഇമാം സൈനുദ്ദീനുൽ മഖ്തൂം റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്ന പോലെ വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖല വഖിയാമു ലൈലിൻ ജാവു നിസ്കരിക്കുന്നു. ഹൃദയത്തിലുള്ള രോഗ ശുദ്ധിയാവണുണ്ടായെങ്കിൽ ശമനാവണുണ്ടായെങ്കിൽ ಅದಕ್ಕೆ 5 മരുന്നുണ്ട്. ഒന്ന് അർത്ഥം ചിന്തിച്ചിട്ട് ഖുർആൻ ഓതരെ, പിന്നെ ബയർ കാലിയാക്കടോ ഫുള്ളു തിന്നാണ്ടിക്കടെ ജാവു നിസ്കരിക്കടെ. അതുപോലെ ആ ജാവുടെ ടൈമില് അള്ളാഹുടൊട്ടിಗೆ വിനയം കാട്ടറെ. മുജാലസാത്തു സ്വാലിഹീൻ അൽ ഫുള്ളല സ്വാലിഹീങ്ങളായ മഹാന്മാരൊട്ടിಗೆ തെക്കടെ. അപ്പോ ജാവുടെ ടൈമിലും എല്ലാരും ഉറങ്ങിയിരിക്കുമ്പോ നാനൊന്ന് എണിച്ചിട്ട് അൽഹംദുലില്ലാ നന്റെ പടച്ച റബ്ബു നാണ് ഇബാദത്തെടുക്കടെ നിസ്കരിക്കടെ എങ്കിൽ അള്ളാഹു അത് വലിയ ഇഷ്ടായിട്ടിക്കട. ആ ടൈമിൽ എന്ത് പ്രാർത്ഥന ആക്കിയെങ്കിൽ അള്ളാഹു സ്വീകരിക്കടാണ്ട. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചെന്നാർ അജബൻ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ഒരു അള്ളാഹുടെ സ്നേഹിക്കടേണ്ട ചൊല്ല ആള് അവനുക്ക് എങ്ങനെ ഉറങ്ങുക സാധ്യ? അള്ളാഹുടെ സ്നേഹിക്കട ആൾമാർക്ക് വർക്ക് ഹറാമായിട്ടിക്കണെന്ന് ചെന്നിട്ടു അങ്ങ് വർക്ക് വിട്ടാറ് അങ്ങ് ഫുള്ള് ഇബാദത്തെടുത്താറ്. അതുകൊണ്ട് ജാവുകു രാത്രി ടൈമിൽ ആക്കടെങ്കിത്ത ഇബാദത്ത് നന്റെ ശരീര ഭയസര വറക്കായിട്ടിക്ക് എപ്പോഴും ഇറങ്ങിയെങ്കിൽ നന്റെ ശരീരത്തിൽ വരി കൊസി ആ ശരീരത്തൊട്ടിയെ ജിഹാദാക്കിയിട്ട് മോശം കൊണ്ട് കൽപ്പിക്കുന്ന ശരീരത്തൊട്ടിಗೆ ജിഹാദാക്കിയിട്ട് ನಾನು നിസ്കരിക്കുമ്പോ ಅದಕ್ಕೆ വലിയ പ്രതിഫലാണ്. മഹാന്മാരെല്ലാം ആ ജാവുകനിച്ച് നിസ്കരിക്കാറ്. മഹാന്മാർ ചെന്നാർ ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ അലാ ഫാനനിൻ വഹ്നൻ വഇന്നി ലനായിമു കദബ്തു വബൈത്തില്ലാഹി ലൗ കുൻതു ആശിഖാ ലമാ സാബഖത്നി ബിൽ ബുകാഇൽ ഹമായിമു
وأزعم أني هائم ذو صبابة لربي فلا أبكي وتبكي البهائم. ജാവുക എണിച്ചിട്ടിങ്ങനെ നോക്കുമ്പോൾ ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ. ജാവുക നിസ്കരിക്കുക എണിച്ച് നോക്കുമ്പോൾ അങ്ങളാട്ടി മുന്നലെ പാരിവാള എണിച്ചിട്ടുണ്ട്, അങ്ങളാട്ടി മുന്നലെ ബാക്കി പക്ഷിങ്ങ എണിച്ചിട്ടുണ്ട്. അതിങ്ങനെ ശബ്ദാക്കിക്കൊണ്ടുണ്ട്. അപ്പൊ അങ്ങ് ചെന്നുപോയാർ റബ്ബെ ഈ ജാവുടെ ടൈമുളു ഞാൻ എനിക്കിടാട്ടി മുന്നലെ പാരിവാള എണിച്ചിട്ടല്ല റബ്ബെ. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. എല്ലാ വസ്തുവും നിക്ക് തസ്ബീഹ് ചൊന്നുകൊണ്ടുണ്ടോ, നിക്ക് ഇബാദത്ത് എടുത്തുകൊണ്ടുണ്ടോ എന്ന് ചൊന്നിട്ട് ഖുർആനിൽ അല്ലാഹു ചൊന്നറ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. നക്ഷത്ര സുജൂദാക്കിട്, മറ സുജൂദാക്കിടും ചൊന്നൊരു സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പഠിപ്പാട്ടിക്കൊണ്ടുള്ള മറ അള്ളാഹു സുജൂദാക്കിക്കൊണ്ടുള്ളൂ. വാസ്തവത്തിൽ അത് ശരിയായ സുജൂദയായിട്ടിക്കുന്നുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പാട്ടത്. അഥവാ ഒരു മനുഷ്യ സുജൂദാക്കുമ്പോ അവന്റെ തലയാണ്, അവന്റെ പ്രധാനപ്പെട്ട അവയവാണ് തല. ആ തലയുടെയാണ് ഭൂമിക്ക് വെച്ചിട്ട് എന്താക്കണം അവൻ സുജൂദാക്കണം. അവന്റെ തല എടുത്തെങ്കിൽ പിന്നെ അവനക്ക് ചെയ്ക്കോ സാധ്യമില്ല. കൈ പോയെങ്ക കാൽ പോയെങ്ക ചെയ്ക്ക, തല പോയെങ്കിൽ ചെയ്ക്കോ സാധ്യമില്ല. അപ്പൊ അവന്റെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവായിട്ട് തല, ആ തലയുടെയാണ് ഭൂമിക്ക് വെച്ചിട്ട് എന്താക്കുക സുജൂദാക്കുന്നത്. ഇതുപോലെ മറ, ആ മരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവ കൊമ്പാർ അല്ലെങ്കിൽ എല്ല എലമ കാണ്ടമ അതൊന്നും അല്ല. അതിലെ പ്രധാനപ്പെട്ട അവയവ അതിലെ ബേറായിട്ടിരിക്കുന്നു. മനുഷ്യക്ക് മുഖമുള്ള പോലെ തല ഉള്ള പോലെ അതിലെ പ്രധാനപ്പെട്ട അവയവ ബേറായിട്ടിരിക്കുന്നു. ആ ബേറിന്റെ നിലത്തേക്ക് വെച്ചിട്ട് എപ്പോഴും സുജൂദ് 24 hours മറ സുജൂദിലേ ഉണ്ട്. മനുഷ്യ എപ്പെങ്കൊർക്കല്ല സുജൂദാക്കടെ. മനുഷ്യരുടെ പ്രധാനപ്പെട്ട അവയവമായ തലയുടെ വെച്ച് സുജൂദാക്കും പോലെ ഈ മരത്തെ പ്രധാനപ്പെട്ട അവയവാണ് ബേറ്. അതിക്ക് ഒത്തിങ് പിന്നെ എന്തുമില്ല. അപ്പൊ ആ ബേറ് കൊണ്ട് 24 hours ഈ മറ സുജൂദിലുണ്ട്. റാസിമാമിനെ പോലത്തെ മഹാന്മാർ പഠിപ്പാട്ടാണ്. അപ്പൊ ഈ ജീവിങ്ങ അതുപോലെ ഈ മറയുള്ള സുജൂദാക്കിക്കൊണ്ടിരിക്കുമ്പോ ജാവു നേരത്തിൽ ഞാൻ തഹജ്ജുദ് ഗണിച്ചപ്പ സുബ്ഹാനല്ലാഹ് അപ്പുറത്തെ പാരിവാളത്തെ സൗണ്ടോ, ഇപ്പുറത്ത് പിന്നൊരു ജീവിയുടെ സൗണ്ടോ, അപ്പുറത്ത് പിന്നൊരു പക്ഷിയുടെ സൗണ്ട് കേട്ടോണ്ടുണ്ടു. ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ അലാ ഫാനനിൻ വഹ്നൻ വഇന്നി ലനായിമു. അതേ സമയത്ത് യഥാർത്ഥത്തിൽ ദിക്ർ ചൊല്ലണായ ഇബാദത്തെടുക്കണായ ഈ ജീവികളെല്ലാം നന്റെ ആവശ്യത്തിന് വേനായിട്ട് പഠിച്ചില്ല. പക്ഷേ നന്റെ അള്ളാഹുടെ ഇബാദത്തിന് വേനായിട്ട് പഠിച്ചില്ല. പക്ഷെ ഞാൻ ഉറങ്ങില്ലേ നക്ക് ഇബാദത്ത് ഈ പാരിവാളത്താട്ടി മുന്നോളെ എനിക്കൂ എന്നെ കൊണ്ട് സാധ്യമായിട്ടില്ല. അതുപോലെ ബാക്കി ജീവികളാട്ടി മുന്നോളെ എനിച്ചിട്ട് ഇബാദത്താക്കൂ എന്നൊക്കെ സാധ്യമായിട്ടില്ല. കദബ്തു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖ. ನಾನು കളവ് ചൊന്നെ അള്ളാഹുടൊട്ടിಗೆ ಪ್ರೇಮ ಉಂಡು ಫಿರ್ಸ ಉಂಡು ನಾನು ಚೆಲ್ಲದು കളവ്. ನಾನು ನೇರು ಚೊಲ್ಲೆ ಒಕ್ಕುಂಟಾಯಂಗ್ ನಂಡಾಟಿ ಮುನ್ನೋಳು ಪಾರಿವಾಳ ಎನಿಕಲಂತ ಪಾರಿವಾಳ ತಾಟಿ ಮುನ್ನೋಳು ನಾನು ಎಂಚಿಟ್ಟು ಅಲ್ಲಾಹು ಇಬಾದತ್ತಾಕತ್ತೆ. ವಅಜ್ಉಮು ಅನ್ನಿ ಹಾಯಿಮುಂದು ಸ್ವಭಾವತಿನ್. ನಾನು ಬೆಲಿಯ ಪ್ರವರ್ತಕ ನಾನು ಚೊನ್ನೊಂಟುಳ್ಳ. ನಾನು വലിയ അള്ളാഹുടൊട്ടിಗೆ ಪ್ರೇಮ ഉള്ള ആളെന്ന് ചൊല്ലെ. ನಾನು വലിയ സംഘടന പ്രവർത്തകൻ ഞാൻ ചൊന്നുകൊണ്ടുള്ള. ನಾನು വലിയ നായക്കാൻ ഞാൻ ചൊല്ലെ. ನಾನು വലിയ മുദരിസ്, ನಾನು വലിയ കാളി അല്ലെങ്കിൽ ನಾನು വലിയ ಹುದ್ದೆലുള്ള ಕೆತ್ತ ആള്, ನಾನು വലിയ ಅಧ್ಯಕ್ಷ ಉಡ್ರೆ, ನಾನು ಉಡ್ರೆ ಮುಖ್ಯಮಂತ್ರಿ അല്ലെങ്കിൽ ನಾನು ಉಡ್ರೆ MLA, ನಾನು ಉಡ್ರೆ എല്ലാം പ്രായത്തെ മൂപ്പ ಹಿರಿಯ ആള്. നന്റെ പേരെപ്പോഴും പേപ്പറിൽ വന്നോണ്ടിരിക്കട്, നന്റെ ഫോട്ടോ എപ്പോ പേപ്പറിൽ വന്നോണ്ടിരിക്കട്, നന്റെ എല്ലാ ആൾമാർക്കും കൊന്തുണ്ടു. ನಾನು വലിയ ആള് അത് ഇത് എല്ലാം ನಾನು ഇവിടെ ചൊന്നോണ്ടുള്ള. ನಾನು ഇല്ലാണ്ട് ഒരു കാര്യം ഇവിടെ നടക്കില്ല. എത്ര കളവല്ലേ ನಾನು ഈ ചെല്ലത്. അസോമു അന്നി ഹായിമുന്തു സ്വഭാവത്തി. നന്റെ ഈ പ്രവർത്തനത്തിಗೆಲ್ಲ എന്ത് വിലയുള്ളേ. അതേ സമയത്ത് നന്റെ റബ്ബുടെ ഓർത്തിട്ടു ഒരു നേര ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് കണ്ണട തന്നി ഇത്വാട്ടവും നന്റെ കൊണ്ട് സാധ്യമായിട്ടില്ല ಅಂತಾയെങ്കിൽ ನಾನೆಂದು പ്രവർത്തക, ನಾನೆಂದൊരു നായക, ನಾനെന്ത് ആള്, ನಾನು പള്ളിയുടെ പ്രസിഡന്റ്, ನಾನು പള്ളിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ನಾನು വലിയ ഉസ്താദിന് ചെന്നിട്ട് ഇങ്ങനെ പവർ നടിക്കലല്ലാണ്ട് അഭിമാന അഹങ്കാര ചെല്ലല്ലാണ്ട് വാസ്തവത്തിൽ ഇതെന്തും ചൊന്നു നടക്കുന്നൊക്കെ അധികാര ഇല്ല. റബ്ബി ഫലാ അബ്കി വതബ്കിൽ ബഹായിമു. നന്റെ റബ്ബുവേനായിട്ട് ഞാൻ ബുൾപുട്ടിട്ടില്ല. അതേ സമയത്ത് നന്റെ ഔത്തുറുള്ളಂಕೆತ್ತ പൈ, നന്റെ ഔത്തുറുള്ളಂಕೆತ್ತ ബാക്കി ജീവി അത് ബുൾപുടരതല്ല ಅಂತ ചിരിക്കുന്നത് ഞാൻ ಇಂದು തോല കണ്ടിട്ടില്ല. അതെപ്പോഴും ബുൾപുട്ടോണ്ടേ ഉണ്ടു, അത് ചിരിക്കില്ല. അതേ സമയത്ത് ನಾನು 24 ಗಂಟೆ ചിരിച്ചോണ്ടുള്ള, ನಾನು കോമഡി ആക്കിക്കൊണ്ടുള്ള, ನಾನು ചിരിയുടെ വർഗത്ത് പോയോണ്ടുള്ള. അതേ സമയത്ത് ഈ ജീവികളെല്ലാം നിന്റെ വിചാരിച്ചിട്ട് ഈ ജാവ് ടൈമുള്ള ഇബാദത്തെടുത്തോണ്ടിരിക്കുമ്പോ റബ്ബേ ഞാൻ വലിയ അങ്ങനെ ഇങ്ങനെ ചൊന്നു നടന്നവരെ മാത്ര നിക്ക് പേനായിട്ടൊരു ചെറിയ ടൈമുള്ളൂ നിന്റെ മുന്നുള്ള വിവാദത്തെടുക്കുമെന്നൊക്കെ സാധ്യമായിട്ടില്ല ಅಂತಾയെങ്കിൽ ഞാൻ എത്ര വലിയ ഒരു ഭാഗ്യ കുറഞ്ഞ ആളുണ്ട്. മഹാന്മാർ അങ്ങനെ വിനയത്തെ ഭാഷലങ്ങ ചൊന്നറുണ്ടായെങ്കിൽ ഇത് 4000 വട്ട ചൊല്ലകൂ അർഹതപ്പെട്ട ആൾമാരായിട്ട് കിടന്നങ്ങ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ജാവ് ടൈമുള്ള ഒരു 2 റക്അത്തെങ്കിലും അള്ളാഹുടെ മുന്നോട്ട് നിസ്കരിക്കണമെങ്കിൽ സൗഭാഗ്യം നമുക്ക് കിട്ടണം. സുബൈ ബാങ്കിടാട്ടി ഒരു 10 മിനിറ്റ് മുന്നോട്ട് എനിച്ചെങ്കിൽ അൽഹംദുലില്ലാ 2 റക്അത്ത് അള്ളാഹുടെ മുന്നിൽ നിസ്കരിക്കോ സാധ്യ. ഫല റക്അത്താനി പിന്നെ
ജാവ് നിസ്കരിക്കണമെങ്കിൽ ഈ 2 റക്അത്ത് കൻസും ബിദാരിൽ ഖുൽദ്, അത് നാളെ ദാറുൽ ഖുൽദിലുള്ള നിധിയായിട്ടിക്കട അള്ളാഹുടെ മുന്നിലെത്തുമ്പോൾ അത് ഏറ്റവും വലിയ നിധി, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. കാരണം ഇതൊരു റിയാഗ ആൾമാർ കാണുക ആക്കണമെങ്കിൽ വിഷയമല്ലല്ലോ, കാരണം ആരും കാണുകയില്ല. ആ ടൈമിലാണ് ഞാൻ എനിക്ക് എന്താക്കരുത് നിസ്കരിക്കടേ. ബഹുമാനപ്പെട്ട ഒരു ബാപ്പ അയാളിങ്ങനെ ജാവു അയാൾ തഹജ്ജുദ് നിസ്കരിക്കാത്തത് കണ്ടപ്പോൾ ഒരു ചെറിയ കിടാവ്, ആ കിടാവ് പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തോതൊരു സൂറത്തുൽ മുസമ്മിൽ അള്ളാഹു ചൊന്നിട്ടുള്ള ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് ചൊന്നിട്ട് ഖുർആനിൽ ആയത്തുണ്ട്. നിങ്ങൾ നിസ്കരിക്കണം, ഇതാരൊട്ടിಗೆ അള്ളാഹു ചൊല്ലേ ബാപ്പരൊട്ടിಗೆ ആ കിടാവ് കേൾക്കിടും. ಅದಕ್ಕೆ ಶರಹಲಿ ಸಂಭವ ನಂಗೆ ಕಾಣುವ ಸಾಧ್ಯವು. ಬಾಪರೊಟ್ಟಿಗೆ ಕೇൾക്കുമ്പോൾ ബാപ്പ ചൊല്ലു ഒഴിഞ്ഞു മാറുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ അള്ളാഹു ചൊന്നര ഞങ്ങളൊട്ടിಗೆ അല്ല, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തതെന്ന് ചൊന്നിട്ട് ബാപ്പ ഒഴിഞ്ഞു മാറുക. അപ്പോ ഈ കിടാവ് ബുഡ്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ പിൻപറ്റാത്ത നിങ്ങൾ എന്ത് ബാപ്പാണ് കേൾക്കുന്നത്. പിന്നെ അപ്പുറത്ത് ഓതുമ്പോൾ ത്വായിഫത്തും മിനല്ലദീന മഅക്, നബി നിങ്ങളൊട്ടിಗೆ ഉള്ള കുറെ ആൾമാരും നിസ്കരിക്കിടാറെന്ന് ചൊന്നിട്ട് സൂറത്തുൽ മുസമ്മിലുണ്ട്. അപ്പൊ അതാരെ പറ്റി എനിക്ക് കിടാവ്. അപ്പൊ ബാപ്പ ചൊല്ലു അത് നബി തങ്ങളൊട്ടിಗೆയുള്ള സ്വഹാബിങ്ങളെ പറ്റി. സ്വഹാബിങ്ങ അങ്ങ വലിയ ആൾമാർ ಅಂಕಲ್ಲ ಖೈರೊಟ್ಟಿಗೆ വലിയ താല്പര്യ അങ്ങ് അത് ആക്കിക്കൊണ്ടിരുന്നാറ്, അങ്ങനൊട്ടിಗಾണ് അത് ചൊന്നരയുണ്ട്. അപ്പോ ഈ കിടാവ് ചൊല്ലു നബി തങ്ങളൊട്ടിಗೆ സഹാബിങ്ങളൊട്ടിಗೆ പിമ്പറ്റാത്ത നിങ്ങൾ ഒരു ഖൈറും ഇല്ല എന്ന് ചൊന്നിട്ട് ബാപ്പയുടെ ദൂරු നിങ്ങൾ നിസ്കരിക്കണം, തഹജ്ജുദ് നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് മുതൽ ബാപ്പ തഹജ്ജുദ് നിസ്കരിക്കോ ഭർത്താവ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. കിടാവ് ചൊല്ലു നണ്ടയും വിളിക്കണമുണ്ട്, തഹജ്ജുദ് നിസ്കാരത്തെ നേരത്തെ നണ്ടം വിളിക്കണു. പക്ഷെ ഈ കിടാവുടെ ബാപ്പ വിളിക്കില്ല. ചെന്നെങ്കിൽ ബാപ്പ ചൊല്ലു നീ ശരിയല്ല, നീ വലിയാൽ പിന്നെ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ കിടാവ് ചൊല്ലു ഞാൻ ഇതേ ഹാലിലും ഇത്ത് മരിച്ചു പോയെങ്കിൽ അള്ളാഹുടെ മുന്നിൽ ചൊല്ലുവേ തഹജ്ജുദ് നിസ്കരിക്കോ വിളിക്കോണെന്ന് ചെന്നിട്ട് ബാപ്പരൊട്ടിಗೆ ചെന്നപ്പ ബാപ്പ നന്റെ വിളിച്ചിട്ടില്ല, അള്ളാഹൊട്ടിಗೆ ഞാൻ ചെല്ലുവേൻ ചെന്നപ്പ സുബ്ഹാനല്ലാഹ് ബാപ്പ പിന്നെ ആ കിടാവുടെയും കൂടി വിളിക്കില്ല. അങ്ങനെ വലിയൊരു സംഭവം. ഈ മഹാനായിട്ടിക്കട് ഈ ചെറിയ കിടാവ് പിൽക്കാലത്ത് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചൊല്ലെ സൂഫി ലോകത്തെ ഏറ്റവും വലിയ മഹാനായിട്ട് വണ്ണെങ്കിത്ത ആളാണ് ഈ ചെറിയ കിടാവ് ഉണ്ടത്ത്. അപ്പൊ തഹജ്ജുദ് ബാപ്പക്ക് പ്രേരണയായിട്ട് സ്വയം നിസ്കരിച്ചെങ്കിത്ത മഹാൻ. അപ്പൊ തഹജ്ജുദ് നിസ്കരിച്ചെങ്കിൽ ജീവിതത്തിൽ വലിയ സന്തോഷയിക്കിട്, മുഖത്തിൽ നല്ല ഈമാന്റെ പ്രകാശയിക്കിട്, ബറക്കത്തിക്കിട്, എപ്പോഴും ഒരു പുഞ്ചിരി പാസ്സാക്കുവോ സാധ്യമാവുള്ളൂ. ഈമാന്റെ മുഖ അവനിൽ തെളഞ്ഞോണ്ടിക്കിട്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് എപ്പോഴും നല്ല ബർക്കത്തിക്കിട്. അതുകൊണ്ട് ഔത്തിലുള്ള ഞങ്ങ തഹജ്ജുദ് നിസ്കരിക്കണം, ഞങ്ങളെ പെഞ്ഞായിമാരെ നിസ്കരിപ്പാട്ടണം, ഞങ്ങളെ പെൺമക്കളെ നിസ്കരിപ്പാട്ടണം, ഞങ്ങളെ മക്കളെ നിസ്കരിപ്പാട്ടണം. എങ്കിൽ ആ ഔത്തിലുള്ള എനിക്കത്തെ സമൃദ്ധിയും ബർക്കത്തും സന്തോഷവും അതൊരിക്കലും ചൊന്നു തീർക്കോ സാധ്യയില്ല. അപ്പോ മഹാന്മാരല്ല അങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജാവ് ഫുള്ള് നിസ്കരിച്ചിട്ട് എത്രമോ തഹജ്ജുദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിസ്കരിച്ചിട്ട് അതിൽ പിന്നെ മഹാന്മാരെല്ലാം നിസ്കരിച്ചാറ്. നിങ്ങളെല്ലാം ഉദ്ദേശം എന്തെന്ന് ചൊന്നെങ്കിൽ അള്ളാഹുടെ കാണുന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങ് നിസ്കരിക്കുന്നത്. സ്വർഗ കിട്ടുക അല്ലെങ്കിൽ നരകത്തെ തൊട്ട് കാവൽ കേൾക്കുവാനായിട്ടുള്ള നിസ്കാരമല്ല. പിന്നെ ലിഖാഉ റബ്ബുടെ കാണുകയായിട്ടുള്ള ഇബാദത്ത്. ഞാൻ ഏത് ഇബാദത്താക്കിയും ഇതിരെ പിറകത്ത് എന്റെ ലക്ഷ്യം നക്ക് റബ്ബുടെ കാണുന്നു. ഫയൻസൗന നഈമ ഇദാ റഅഹു, റബ്ബുടെ കാണുമ്പോ എല്ലാ നിയമത്തും മറന്നു പോണ്ടു. അപ്പൊ ആ റബ്ബുടെ കാണുകയായിട്ടുള്ള ഇബാദത്ത് മഹാന്മാർ അതുക്ക് വേനായിട്ടാണ് ഇബാദത്താക്കി. ബഹുമാനപ്പെട്ട അഹ്മദ് ബിനുൽ ഫത്ഹ് ചൊല്ല ആൾ ചൊല്ലു ഞാൻ ബിശ്ർ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ചൊല്ല മഹാന്റെ സ്വപ്നത്തിൽ കണ്ട കിനാവുൽ കണ്ട അയാളൊട്ടി കേട്ട അള്ളാഹു നിങ്ങൾ എന്താക്കിയ. അപ്പൊ അയാൾ ചൊന്തു അള്ളാഹു നക്ക് വലിയ പ്രതിഫല തന്ന, നക്ക് സ്വർഗ തന്ന, സ്വർഗത്തെ എവിടെ വേണമെങ്കിൽ പോണു നക്ക് അനുമതി തന്ന. പിന്നെ ഇയാൾ കേൾക്കുന്നത് നിങ്ങളെ സഹോദരൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുയോടാണ് കേൾക്കുന്നത്. അപ്പൊ ഇയാൾ ചൊല്ലു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, വഹുവ അലാ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന, അയാൾ സ്വർഗത്തെ ഡോറിന്റെ മുട്ട സുന്നത്ത് ജമാഅത്ത് ആൾമാർക്ക് ഷഫാത്താക്കിക്കൊണ്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് വേനായിട്ട് ജീവിതമേ പണയം വെച്ചെങ്കിത്ത ആ മഹാൻ ഇമാം അഹ്ലി സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഹുവ അലാ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന, സുന്നത്ത് ജമാഅത്ത് ആൾമാർക്ക് ഷഫാത്താക്കിക്കൊണ്ടുണ്ട്. പിന്നെ ഇയാൾ കേൾക്കുന്നത് നീ മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു അൻഹുയോട് ഉണ്ട്. അപ്പൊ അയാൾ ചൊല്ലു ഉത്തര ഇന്ന മഅറൂഫൻ ലം യഅബുദില്ലാഹ ശൗഖൻ ഇലാ ജന്നതിഹി വലാ ഖൗഫൻ മിൻ നാരിഹി വലാകിൻ ശൗഖൻ ഇലാ റബ്ബിഹി. മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു അൻഹു അല്ലാഹു പിന്നെ നരകത്തെ പേടിച്ചിട്ട അല്ലെങ്കിൽ സ്വർഗത്തെ തേടിയിട്ട ഇബാദത്താക്കിയതല്ല, അയാൾ റബ്ബുടെ ഗബ്ബേനായിട്ട് ഇബാദത്താക്കിയത്, റബ്ബുടെ കാണണമെന്ന് ചൊല്ല ഉദ്ദേശത്തിൽ ഇബാദത്താക്കിയത്. അതുകൊണ്ട് അള്ളാഹു ആ ഹിജാബല്ല നീക്കിക്കൊടുത്ത വലിയ സ്ഥാനം അള്ളാഹു അയാൾ കൊടുത്ത. അതുകൊണ്ട് തിരിയാക്കുൽ മുജറം ഈ മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു അൻഹു ഖബർ ഈജിപ്തിലുണ്ട് കണ്ട അയാളെ ഖബറുള്ള ആ ഖബറു അത് നല്ലൊരു മറந்தாയിട്ടിക്കിട്. ഫമൻ കാനത്ത് ലഹു ഹാജത്തുൻ ഇലല്ലാഹി ഫല്യഅതി ഖബറഹു വല്യദഉ ഫഇന്നഹു യുജാബു ഉസ്തജാബു ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായെങ്കിൽ അവന് നേരെ മഅറൂഫുൽ ഖർഫി റളിയല്ലാഹു അൻഹു ഖബറിന്റെ മുട്ട പോട്ടെ നല്ലൊരു മെഡിസിൻ ആയിട്ട് അവിടെ പോയിട്ട് അള്ളാഹുരൊട്ടിക്ക് ദ്വാരന്നെങ്കിൽ ആ ദ്വാരത്തിക്ക് ഉത്തര കിട്ടും ചെന്നിട്ട് ഈ മഹാൻ സ്വപ്നത്തിൽ വിശദീകരിക്കണം. ഇമാം
അബുൽ ഫറജ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സിഫത്തു സഫ്വാത്തുള്ള ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അപ്പൊ ആ മഹാന്മാരെല്ലാം അള്ളാഹുടെ കാണുകയായിട്ട് ലിഖാ ഉർ റബ്ബ് ചൊല്ല ഒറ്റ ഉദ്ദേശത്തിൽ ഇബാദത്താക്കിയാർ ജാവും പോലെ ഇബാദത്താക്കിയാർ ഇങ്ങനത്തെ 100 സംഭവം നമുക്ക് ചൊല്ലുക സാധ്യ. ഏതായാലും മിക്കട്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാന അഹ്യൽ ലൈല കുല്ലഹു വഅയ്ഖല അഹ്ലഹു വജദ്ദ വശദ്ദൽ മീസർ. ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ പ്രയോഗം നോക്കണം. റമളാന്റെ അവസാനത്തെ 10 വരുമ്പ പൂർണ്ണമായും ഇബാദത്തിന് ഒരുങ്ങി നിൽക്കണമെന്നൊരു അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണേ. ഇണ്ട് ഞങ്ങളെ ചെമ്മ ബാക്കടിച്ചില്ല. റമളാന്റെ അവസാനത്തെ 10 വരുമ്പോ ഫുൾ ഷോപ്പിംഗ് പോയിട്ട് സുബൈക്ക് പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് ഞങ്ങളുടെ സമൂഹത്തെ ആണിങ്ങളെ എവിടെ വായിക്കാറ് പെൺമക്ക പെണ്ണിങ്ങ എന്റെ എന്നെ നോക്കിയെങ്കും അങ്ങാടി വായിലും അവിടെയും ഇവിടെയും ചുറ്റിക്കൊണ്ടുള്ളെങ്കിൽ ഏറ്റവും വലിയ ദുരവസ്ഥ. ഞങ്ങളുടെ സമൂഹത്തിൽ എന്ത് ആപത്ത് മുസീബത്ത് ബന്ധുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಕಾರಣ നങ്ങമേ ആയിട്ടിക്കട ഫബിമ കസബത്ത് ഐദിന്നാസ് ഞങ്ങ ആക്കിയ തപ്പുകൊണ്ടാണ്. കാരണം എന്ത് മുസീബത്ത് പണ്ടുണ്ടായെങ്കിൽ ഞങ്ങളെ സമൂഹത്തെ ആൾമാരാക്കട തപ്പുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കട. അതുകൊണ്ട് വേറെ ആരെയും ദൂരിട്ട് കാര്യമില്ല. ഇന്റെ റമളാന്റെ 1 മുതൽ റമളാൻ 10 പറയുമ്പോ ഭയങ്കര ജോറാവും. പെരുന്നാളിന്റെ മോന്തി വരെ അഞ്ഞ ജാവു റോഡ് സൈഡിൽ അഞ്ഞ ചുറ്റുകൊണ്ടുള്ളെങ്കിൽ പെൺമക്കളെ പെണ്ണികളെ കാണാൻ സാധ്യമാവും. ഒണ്ടി യാത്ര ആക്കട ഒർത്തിയ പോണ്ട യാത്ര ഹറാമാണ് ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചെമ്മ പെണ്ണിങ്ങ പെൺമക്ക ആക്കിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് റമളാൻ തിങ്കളിലെ ബഹുമാനിച്ചിട്ടെങ്കിലും ഒന്ന് വേഗ എടുക്കരുത്. ഒന്ന് ആണിങ്ങളുടെ ഏർപ്പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ അത്യാവശ്യം ഒന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് പോയി വേണ്ടേ. ഇത് ഒന്നെടുക്കോ പോണ്ടേ പോയിട്ട് അണ്ട് ഫുള്ള് തീന്തണ്ട് നിസ്കാരം ഇല്ല എന്തും ഇല്ല. പിറ്റേന്ന് പിറകു സുറൂത്ത് അതിലെ ബദലാക്കു പോണ്ടേ അതും സമാവില്ല പിറകു ബദലാക്കു പോണ്ടേ. ഇങ്ങനെ റമളാൻ ചൊല്ല ഇത്രയും നല്ല മൗസിമുൽ ഖൈറിന്റെ സീസന്റെ ഈ സമൂഹത്തെ മാന ഹറാജാക്കുവാനായിട്ട് ബീസലാക്കണമെങ്കിൽ എത്രമാ ഈ സമൂഹത്തെ പെൺമക്കുള്ളാറ് പെണ്ണിങ്ങുള്ളാറ് വിദ്യാഭ്യാസത്തെ പേരിലും അല്ലാത്ത ആധുനിക വിഷയത്തെ പേരിലല്ല ഇങ്ങനെ പുറത്ത് വന്നിട്ട് റോഡിൽ ചുറ്റിക്കൊണ്ടുള്ളെങ്കിൽ പെൺമക്ക ഒരു ബാഗും ഒരു മൊബൈലും പിടിച്ചോണ്ട് ഈ സമൂഹത്തെ മാനഹറാജാക്കണമെങ്കിൽ എത്ര മാൾമാറുള്ളാറ്. ഞങ്ങളെ ഷർറിത്തൊട്ട് അള്ളാഹു ഈ സമൂഹത്തെ കാക്കട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ പറയുമ്പോ ഈമാനുള്ള ഏതൊരാൾക്കും ബേജാറായി പോകും. ഓരോരോ അങ്ങടില് അന്യ ആണിങ്ങളെ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ പൂന്നിട്ടു അങ്ങനൊട്ടിಗೆ ചർച്ച ആക്കിയോണ്ടും പിടിച്ചോണ്ടും സുബ്ഹാനല്ലാഹ് ഇതൊരു ഞങ്ങളുടെ സമൂഹത്തിൽ തട്ടിയെങ്കിൽ ഏറ്റവും വലിയ ഷാപ്പാണ് ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാന്റെ അവസാനത്തെ 10 വന്നെങ്കിൽ ഷോപ്പിംഗ് പോയോണ്ടിണ്ടല്ല ആയിഷ ബീവി ചൊല്ലേ. നബി തങ്ങളെ വിളിച്ചോണ്ട് ഞാൻ ഒരുത്തി ആയിഷ ഷോപ്പിംഗ് പോയോണ്ടിണ്ടല്ല ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടിಗೆ സ്വർഗത്തിൽ പോണ എനിക്ക് ആൾമാർ പെണ്ണിങ്ങ ഇണ്ട് റമളാന്റെ അവസാനത്തെ 10 വന്നെങ്കിൽ ഞങ്ങളെ ഭക്തി ತುಂಬಿದ ಅಂದ್ರೆ അങ്ങടിಗೆ പോയിട്ട് ഇങ്ങനെ ഡ്രസ് എടുത്തോണ്ടും ബാക്കി സൊറാക്കിക്കൊണ്ടിരിക്കടെ. മൊത്തത്തിൽ ഈ ഒരു ദുരവസ്ഥ ഞങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ചില ആക്കിയതുകൊണ്ട് ഈ സമൂഹത്തിൽ വലിയ മാനക്കേടുണ്ടായി. അതുകൊണ്ട് ഞങ്ങളെ ഈ വോയിസ് കേൾക്കണമെങ്കിൽ എല്ലാ ആൾമാരും ഞങ്ങളെ ജീവിതം സമ്പൂർണമായ ഒരു ശ്രദ്ധ ഇസ്ലാമി ശരീഅത്തിൽ പാലിച്ചിട്ട് ജീവിക്കണമെങ്കിൽ ഒരു നല്ല അവസ്ഥ ഉണ്ടാവണം. ಅದಕ್ಕೆ ആ അവത്തിലുള്ളെങ്കിൽ ആണിങ്ങ റെഡിയാവണം. അങ്ങ് ഒരിക്കലും ഷണ്ട മാപ്പിളമാരാവുത്തിര അബ്ബമാരാവുത്തിര പെൺമക്കളെ ഇങ്ങനെ കയറൂരിട്ട് ബുഡ്രെങ്കത്തെ ഒരു അവസ്ഥ. അങ്ങ് എവിടേക്ക് പോയണെങ്കിൽ പോട്ടെ ഒരു തൊന്തരയില്ല. മോന്തിയാകുമ്പോൾ ഒത്തുകെത്തനാർ അങ്ങ് എവിടേക്ക് പോയാറ് എന്തിനാക്കിയാറ് ഒരു ശ്രദ്ധയും ഇല്ലാണ്ട് ആ ജീവിക്കലെങ്കത്തെ ഒരു അവസ്ഥ ഉണ്ടാവുത്തിര. അമ്പുസക്കും അഹലീക്കും നാറ നാളെ നിന്റെ മോളു അല്ലെങ്കിൽ നിന്റെ പെഞ്ഞായി നരകത്ത് പോണ്ടലുണ്ടായെങ്കിൽ അള്ളാഹു ഫസ്റ്റ് നിന്റെ നാലിൽ പിടിക്കണം നിന്റെ ഹൽക്കിൽ പിടിക്കണം. എന്തുകൊണ്ട് അങ്ങനെ നിക്ക് ശ്രദ്ധിക്കുക ഇല്ലേ അങ്ങും നിന്റെ ഹൽക്കിൽ പിടിക്കിടാറ് എന്റെ ഞങ്ങൾ എന്റെ നിയന്ത്രിക്കോ നിന്റെ കൊണ്ട് സാധ്യമായില്ല. ഞാൻ ഇന്ന് നരകത്ത് പോയോണ്ടുള്ളേ ഇന്ന് നീ സ്നേഹത്തെ പേരില് പിർസത്തെ പേരില് വാത്സല്യത്തെ പേരില് നിന്റെ മോളിലെ നീ ബുട്ടാണ്ടായെങ്കിൽ നിന്റെ പെഞ്ഞായിലെ നീ കയറൂരിട്ട് ബുട്ടാണ്ടായെങ്കിൽ നാളെ അതേ പെഞ്ഞായി അതേ മോളു നിക്ക് ഷാപ്പായിട്ട് പരിണമിക്കാറ് നിന്റെ നരകത്ത് വലിച്ചെറാറ്. അപ്പൊ ഈ കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെ കുടുംബത്തെ ഫസ്റ്റ് സമാക്കണമെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ട്. റമളാൻ നല്ല സൽക്കർമ്മ യാറാക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.